തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ ബി.ജെ.പിക്ക് ആശ്വാസമായി പ്രതിപക്ഷത്തെ ഭിന്നത. യു.ഡി.എഫ് പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തയ്യാറല്ലെന്ന് സി.പി.ഐ.എം വ്യക്തമാക്കി. ബി.ജെ.പി എൽ.ഡി.എഫ് ഒത്തുകളിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ചർച്ചയ്ക്ക് എൽ.ഡി.എഫ് തയ്യാറായില്ലെന്ന് കെ.എസ്. ശബരീനാഥൻ. അവിശ്വാസ നീക്കം പാളിയതോടെ പ്രതിപക്ഷത്തെ പരിഹസിച്ച് മേയർ വി രാജേഷ് രംഗത്തെത്തി. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, അപ്പോൾ ഈ ആവശ്യമായ പിന്തുണ ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണല്ലോ. അവിശ്വാസ പ്രമേയം പാളി എന്ന് തന്നെ കരുതാമല്ലേ റിനു? തീർച്ചയായും. പക്ഷേ എങ്കിൽ പോലും നാളെ നടക്കുന്ന കൗൺസിൽ യോഗത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ യു.ഡി.എഫിന്റെ തീരുമാനം. എൽ.ഡി.എഫ് ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പിന്തുണച്ച് ചർച്ചയ്ക്കെങ്കിലും പങ്കെടുക്കുമായിരുന്നു എന്നുള്ളതാണ് ശബരിനാഥൻ അടക്കം ഉള്ള യു.ഡി.എഫ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ വി ജോയ് ജില്ലാ സെക്രട്ടറി അടക്കം കൃത്യമായി നിലപാട് അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസിനൊപ്പം നിൽക്കില്ല എന്നുള്ളത്. എന്തായാലും ബി.ജെ.പിയും അതുപോലെ തന്നെ എൽ.ഡി.എഫും തമ്മിലുള്ള ഒരു സമവായമാണ് അല്ലെങ്കിൽ കൂട്ടാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം നാളെ നിർണായകമായിട്ടുള്ള കൗൺസിൽ യോഗം നടക്കുന്നു. കഴിഞ്ഞ ദിവസം മേയറെ ക്യാബിനിൽ പോലും കടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ എൽ.ഡി.എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നാളെ അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യു.ഡി.എഫ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി സംഘടിപ്പിക്കുകയാണ്. വി രാജേഷ് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം ഒരു കാരണവശാലും അത് നടക്കില്ല എന്നുള്ളതാണ്. പരിഹാസത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിനാഥൻ ഒരു ആന്തൂറിയം പൂവുമായി മഴയത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. പക്ഷേ SP ദീപക് അത് വാങ്ങുന്നില്ല, പകരം അവലൂസുണ്ട നൽകുന്നില്ല എന്നുള്ളതാണ്. വി ജോയ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു പരിഹാസ സ്വരമാണ് വി രാജേഷ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത്. ഉന്മേഷ്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിലേക്ക് ഇനി. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഭരണസ്തംഭനം എല്ലാവർക്കും അറിയാം. ഇത്രയധികം മോശപ്പെട്ടൊരു പ്രവർത്തനം നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാപ്പ കേസിലെ പ്രതി കൌൺസിലറായി തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ഒരു മാസമായി LDF നിരന്തരമായ സമരത്തിൽ നിൽക്കുകയാണ്. ഒരു ദിവസം പോലും UDF അതിനെതിരായിട്ടൊരു സമരരംഗത്തേക്ക് വന്നില്ല. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അവിശ്വാസം കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. UDF അവിശ്വാസം കൊടുക്കുന്നത് കൊണ്ട് LDF പിന്തുണയ്ക്കണം എന്നതിനെ സംബന്ധിച്ച് അതൊരു നയപരമായ പ്രശ്നമാണ്. ആ നയപരമായ പ്രശ്നങ്ങളിൽ അങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്നാൽ ഭാവിയിൽ അങ്ങനെ ആകില്ല. 4 മണിക്കൂർ ചർച്ചയിൽ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ അക്കമിട്ട് നിരത്താം, ഭരണപക്ഷത്തിന് മറുപടി പറയാം. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ച നടക്കും എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ പറയുന്നത്. ആദ്യം ചർച്ചയാണ്. ആ ചർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ LDFനെ സ്വാഗതം ചെയ്യുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ LDFന് വോട്ടെടുപ്പ് പങ്കെടുക്കാതെ പോകാം, അവിശ്വാസം തള്ളിക്കോളൂ. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ട് LDF വിമുഖത കാണിക്കുന്നുള്ളതാണ് ചോദ്യം. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ചർച്ചയിൽ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ശബരിനാഥ് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയം പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെൻറ്റ്. ഇപ്പോൾ ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പൂ കൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തിട്ടുമില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ട കൊടുക്കൂ. അപ്പോൾ ജോയ് പുറകോട്ട് വിളിക്കുകയാണ്, CPI ജില്ലാ സെക്രട്ടറി, കൊടുക്കരുതേ എന്ന്. ഇവർ തമ്മിൽ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത പ്ലാൻ പറയാമായിരുന്നു. അപ്പോൾ ഈ സീനാണ് ഇപ്പോൾ. ആന്തോറിയം പൂവും അവലോസുണ്ടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആന്തോറിയം പൂ വാങ്ങിച്ച് ശബരിനാഥനെ മഴയത്തൊന്ന് രക്ഷിക്കണമെന്നാണ് ദീപകിനോട് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.